ഹലോ, കുറച്ച് ദിവസമായിട്ട് ഞാനൊന്ന് ഓൺ വോയിസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ, എൻ്റെ ഇൻസ്റ്റയില്, ഫേസ്ബുക്കില്, യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, വായിച്ചേപ്പിക്കാം. ആദ്യമൊക്കെ ചോദിച്ചവർക്ക് ഞാൻ അപ്പോൾ തന്നെ മറുപടി കൊടുത്തു. പക്ഷെ ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടി വരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ കേട്ടോ, നിനക്കാണ്. അതുകൊണ്ടാണ് അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, ഓക്കെ ഞാനിത് കുറേ പേര് ചോദിക്കുന്നു, ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസമായിട്ട് എനിക്കിത് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഐ എം വെരി സോറി. ഇനി എന്തായാലും നോക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പാട്ട് പാടുന്ന ആപ്പ് പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാള്. പിന്നെ ഒരു സുധീഷ് എങ്ങനെ മറ്റുള്ള വോയിസ് കേൾക്കാതെ സോങ് മാത്രം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നേ പറഞ്ഞു തരാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കരോക്കെ എന്ത് ആപ്പാണ് ആഡാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സൗമ്യ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കൊന്ന് പറഞ്ഞു തരാമോ, ഇങ്ങനെ പാടിയിടുന്നതിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ, ആഗ്രഹം ഒരുപാടുണ്ട് ഇങ്ങനെ പാടിയിടാൻ, എങ്ങനെയാ ഇതിൽ റെക്കോർഡിങ്സ് ആൻഡ് ബാക്കി ഓൾ ചെയ്യുന്നത്, പറ്റിയാലൊരു വോയിസ് ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പേഴ്സണലി എല്ലാവർക്കും വോയിസ് ഇടാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഇങ്ങനെ ഇത് മാത്രമല്ല കേട്ടോ, വേറെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരോടുമായിട്ട് പറയാം, ആക്ച്വലി ഇത് ബൊളോക്കോ എന്നൊരു ആപ്ലിക്കേഷൻ വഴിയാണ് ഞാൻ പാടുന്നത്. എനിക്കിത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ്. സോ ആ ഫ്രണ്ടിനുള്ള ഒരു താങ്ക്സ് ഞാൻ ഇപ്പോൾ പറയുന്നു. താങ്ക് യു അനുചേട്ടാ. ഈ ഒരു ആപ്പ് വേറൊരാൾ ചെയ്ത വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പെയ്ഡായിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ യൂസ് ചെയ്യാം. ഞാൻ കാശ് കളഞ്ഞ ഒരു പരിപാടിക്ക് നിൽക്കാത്തതുകൊണ്ട് ഞാൻ പെയ്ഡ് വേർഷൻ അല്ല യൂസ് ചെയ്യുന്നത്, അല്ലാതെ തന്നെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയില്ല, ടെക്നിക്കലി അത് യൂസ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ അൺപെയ്ഡ് വേർഷനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടെക്നിക്കലി നിങ്ങൾക്കറിയാം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്തോളൂ കേട്ടോ. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചോദിച്ചിരിക്കുന്നത്, പിന്നെ അതിൽ നമ്മൾ കുറച്ച് സെറ്റിംഗ്സ് ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ വോയിസിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് തോന്നുമല്ലോ, ഇത് കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് പാടാം. ആൻഡ് സെക്കൻഡ് തിങ്, എങ്ങനെയാണ് ഞാൻ ഈ കരോക്കെ ഇട്ട് പാടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ എന്തായാലും അതിന് മാത്രമായിട്ട് പറ്റില്ല. കരോക്കെ നമ്മൾ പ്ലേ ചെയ്യാനായിട്ട് ഒരു സാധനമാണ്, അത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, അതായത് ടാബാണ്. ഇതിൽ എന്താ പറയാ, യൂട്യൂബിലുള്ള കരോക്കെ സോങ്സ് ഉണ്ട്. അതിൽ ഒരുമാതിരി കൊള്ളാമെന്ന് തോന്നുന്നത് ഞാൻ എടുത്തു വെച്ച് പ്ലേ ചെയ്ത് ഫോണിൽ റെക്കോർഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവാണെങ്കിൽ, കരോക്കയ്ക്ക് ക്ലാരിറ്റി കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പൈസ അടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ വേർഷനും ക്ലാരിറ്റി ഉള്ള വേർഷനൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെ ചെയ്തോളൂ. സോ ഇത്രയാണ് എനിക്ക് ജനറലി പറയാനുള്ളത്. ആപ്പിന്റെ പേര് ബൊളോക്കോ.